ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഉണ്ണിയപ്പമാണ്. അപ്പോൾ നമ്മൾ കടയിൽ വിൽക്കുന്ന ഉണ്ണിയപ്പം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒന്ന് നോക്കട്ടെ. അതിൻ്റെ കൂട്ടൊക്കെ ഇത് 2 കിലോ പച്ചരി ഉണ്ട് കേട്ടോ. ഇത് ഞാൻ 4 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് അരച്ചെടുത്ത മാവാട്ടോ. അടുത്തത് ഇതിലേക്ക് ആവശ്യമുള്ള സാധനം ശർക്കര പാനിയാട്ടോ. അപ്പോൾ അത് ഞാൻ 1.5 കിലോത്തോളം എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളത്തിലാട്ടോ ഞാൻ ഇത് ശർക്കര പാനി ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. ശർക്കര പാനിയും പാർന്ന് വേഗം തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മാവ് വെന്തു പോവും. ഈ നമ്മൾ ഇളം ചൂട് കൊടുക്കുകയാണല്ലോ ഈ ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുന്നത്, അതുകൊണ്ട് കേട്ടോ പെട്ടെന്ന് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടാക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ആക്കുക കേട്ടോ. അടുത്തത് നമ്മൾ ചേർക്കുന്നത് മൈദ കേട്ടോ. ഞാൻ 500 മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ണിയപ്പത്തിന് നല്ല മഴവും നല്ല സോഫ്റ്റിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയേ, നമ്മളെ മാവത്തെ എല്ലാ കട്ടാളൊക്കെ ഉടഞ്ഞ് ഈ പരിവായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അടുത്ത ആവശ്യമുള്ള സാധനം എന്താട്ടോ, പഴം, ജീരകം, ഏലക്കായ കേട്ടോ. അപ്പോൾ ഇതിന് അളവ് വെച്ചാൽ കുറച്ചായിട്ട് ഞാൻ ഇടുന്നത്, അതിൻ്റെ അളവൊന്നും നോക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് വരാം കേട്ടോ. അടിച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ നാട്ടിലും ഇങ്ങനെയാണോ മാവ് കൂട്ടണമെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കേട്ടോ മാവ് കൂട്ടാറ്. അതിനാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുന്നത് നമ്മളെ മധുരത്തിന് ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നോക്കിയേ, ഈ പരിപാടിയാണ് നമ്മളെ മാവ് വേണ്ടത്. അധികം കട്ടിയില്ല, എന്നാൽ അധികം ലൂസും ഇല്ല, അതേ ടൈപ്പിൽ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇത് മാവ് കൂട്ടി വെച്ചത് ഏകദേശം ഒരു 11:30 മണിയായപ്പോഴാണ് കേട്ടോ രാത്രി മാവ് കൂട്ടി വെക്കുന്നത്. അപ്പോൾ രാവിലെ ആയപ്പോൾ ചായയും കടിയൊക്കെ റെഡി ആയതിന് ശേഷം കേട്ടോ ഞാൻ ഉണ്ണിയപ്പം ചൂടാൻ നിൽക്കുന്നത്. നമ്മളെ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ടേസ്റ്റിനാണ്. പിന്നെ നമ്മൾ ചട്ടി എന്താ ഇങ്ങനെയെന്ന് ചോദിക്കണ്ടാരോ, അത് നമ്മൾ ചട്ടി അലൂമിനിയം ആയിട്ടാട്ടോ ഈ കളർ വരുന്നത്. ഇൻഷാ അല്ലാഹ് ചട്ടി മാറ്റണം. മാവൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ണിയപ്പം കണ്ട നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഒക്കെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 9 മണി 10 മണീൻ്റെ ഉള്ളിൽ നമ്മൾ ഇതൊക്കെ പേക്കാക്കും കേട്ടോ. ഒരു 15 പേക്കോ 20 പേക്കൊക്കെ ആക്കും കേട്ടോ. നമ്മൾ വാപ്പിച്ചിൻ്റെ കടയിൽ തന്നെയാണ് നമ്മളിത് വിൽക്കുന്നത്. പിന്നെ അല്ലാതെ ഓർഡർ വരുമ്പോൾ വേറെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് ഉണ്ണിയപ്പം കോരെടുക്കുന്നുണ്ട്. ഒരു കയ്യിൽ ഫോണ്, ഒരു കയ്യിൽ ഉണ്ണിയപ്പം എടുക്കാൻ വയ്ക്കാത്തതുകൊണ്ട് ഞാൻ ഇക്കാനും പിടിച്ച് നിർത്തിയാട്ടോ വീഡിയോസ് എടുത്താൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ ഉണ്ണിയപ്പൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുക്കുന്ന കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറേ ചുട്ടതിന് ശേഷം കേട്ടോ ഈ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഇതാ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ പാക്കാക്കിയിട്ട് കൊടുത്തിടണം. പാക്കാക്കുന്നത് ഞാൻ ഇതിൽ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.